Okay, it's fine. ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യുക. പേര് ഓപ്പണിംഗ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് കൊടുത്തു. എത്ര മണി വരെ മിസ്സേ ക്ലാസ്? മണിക്കൂറില്ലോ കേട്ടാ. 1 മണിക്കൂറോ? എനിക്ക് ഓക്കെ. പോവാനുണ്ട്. ആ ഞാന് ടൈം ഇപ്പഴാ കണ്ടത്, മിസ് കോൾ ചെയ്തപ്പോഴാ കണ്ടത്. ശരി. ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പൊ വന്നോ? മോർണിംഗ് എത്തി. അത് ശരി. ഉം. അതുകൊണ്ട് തിരക്കായിരിക്കുമല്ലേ? ആ തിരക്കാണ്. ഭക്ഷണം കഴിക്കായിരുന്നു, കഴിച്ചു കഴിഞ്ഞു. ആ 1 മണിക്കൂറില്ലോ കേട്ടാ. പെട്ടെന്ന് മിസ് എന്താ പേര് പറഞ്ഞേ? ഓപ്പണിംഗ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് കൊടുത്തു. ഇതിപ്പോ ഇന്ന് ഞാൻ എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടില്ലേ, ഉം. അപ്പൊ അതിന്റെ ആദ്യം ഓപ്പണിംഗ് ബാലൻസസ് കൊടുക്കാനാ. അപ്പൊ അതെങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞുതരും. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ട്രാൻസാക്ഷൻസ് ഓരോന്നിട്ട് ചെയ്യലാണ്. അത് ചെയ്യുക. പിന്നെ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ്. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കറക്റ്റ് പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് തന്നെ ചെയ്യാട്ടാ. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. കമ്പനി ക്രിയേറ്റ് ചെയ്തില്ലേ? ഇല്ല. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാൻ വേണ്ടി സാധാരണ നമ്മൾ ബാങ്കിങ്ങിൽ ഈ കമ്പനീന്റെ എടുക്കാം. നെയിം എന്താ കൊടുക്കണ്ടെന്ന്? ഓപ്പണിംഗ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് കൊടുത്തു. മനസ്സിലാവണല്ലോ. ആ, മനസ്സിലായി. അതില് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുക്കാം. കമ്പനി ക്രിയേഷൻ എല്ലായിടത്തും കംപ്ലീറ്റ് ആയാ? കംപ്ലീറ്റ്. ഇല്ല, നാട്ടിലെത്തിയപ്പോ നെറ്റ് ഭയങ്കര സ്ലോ ആ. സ്ലോ ആണല്ലേ? ഇതില് റീറ്റെയിൽ കമ്പനി അല്ലേ കൊടുക്കണ്ടേ? റീറ്റെയിൽ കമ്പനി. മാം പറഞ്ഞോളി, പ്രശ്നമില്ല. ഞാൻ നോക്കി ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അക്കൗണ്ട് ഐ ഡി കൊടുക്കുക. 01 ഫസ്റ്റത്തെ നമ്മൾ അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ ക്യാഷ് ഇൻ ഹാൻഡ് കൊടുക്കണം, ബാങ്ക് കൊടുക്കണം, സൺട്രി ഡെപ്റ്റേഴ്സും കൊടുക്കണം,
ഓക്കെ, സൺഡേ ഡെപ്റ്റേഴ്സ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, എന്നാലും കൂടെ ഇതിലും കൂടെ കൊടുക്കണം കേട്ടോ, ടോട്ടൽ കൊടുക്കണം. സെപ്പറേറ്റ് തന്നതല്ല, അത് നമുക്ക് ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് അവിടെ പോയിട്ട് വെണ്ടർ കസ്റ്റമർ ഇല്ലേ അവിടെ പോയിട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സ്റ്റോക്കും സെപ്പറേറ്റ് സ്റ്റോക്കിൽ ചെയ്യാം. പക്ഷെ ഇവിടെ ടോട്ടൽ ചെയ്യണം കേട്ടോ. ഓരോന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ലാബിലിറ്റി സൈഡും കൊടുക്കാം. അവിടെ പിന്നെ ലാബിലിറ്റി സൈഡില് സൺഡേ ക്രെഡിറ്റേഴ്സ് കൊടുക്കുക, ലോൺ SBI, ലോൺ KCP, KSFE. ക്യാപിറ്റൽ കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ക്യാപിറ്റലിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, ഡ്രോയിങ്സ് ലെസ് ചെയ്യാം, എന്നിട്ടുള്ള എമൗണ്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങാം. ഓപ്പണിങ് ചെയ്യാൻ തുടങ്ങാം. 01 കൊടുക്കാം. ഫസ്റ്റ് ക്യാഷ് കൊടുക്കാം. ഒന്നും ഭയങ്കര സ്ലോ. സ്ലോ ആണോ അല്ലേ? അങ്ങനല്ല. പെട്ടെന്ന് തീർക്കാൻ നോക്കുന്ന നല്ല സ്ലോ ആണ്. അക്കൗണ്ട് ID 01, ഡിസ്ക്രിപ്ഷൻ ക്യാഷ്, അക്കൗണ്ട് ടൈപ്പ് ക്യാഷ്. ക്യാഷ് കൊടുക്കാം. കേട്ടോ. എന്നിട്ട് അവിടെ അക്കൗണ്ട് ബിഗിനിങ് ബാലൻസസ് എന്നുണ്ടോ റൈറ്റ് സൈഡ്? ആ ഭയങ്കര സ്ലോ ആണല്ലോ ഇന്ന്. ഭയങ്കര ഇത് സ്ലോ. സേവ് ചെയ്യണം ക്യാഷ് കൊടുത്തിട്ട്. ഇല്ല, ആയിട്ടില്ല കേട്ടോ, സേവ് ചെയ്യല്ലേ. താഴെ പോയിക്കോ. എന്റെ ഒരു ബുക്കും കൂടി ഉണ്ടായിരുന്നല്ലോ. അക്കൗണ്ട് ID കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ ക്യാഷ് കൊടുത്തു, അക്കൗണ്ട് ടൈപ്പ് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാല് അക്കൗണ്ട് ബിഗിനിങ് ബാലൻസസ് എന്നുണ്ടോ ഇത് ആ. ക്ലിക്ക് ചെയ്യാം. അപ്പൊ മോഡിഫൈ ചെയ്യണോന്ന് ചോദിക്കും. അപ്പൊ യെസ് കൊടുക്കാം. അതില് പീരീഡ് ഡേറ്റ് ആയിട്ടാണല്ലോ കാണിക്കുന്നത്. ആ സെക്കൻഡ്, അതില് പീരീഡ്സ് ഉണ്ടോ? ആ അതിൽ നമ്മൾ കൊടുക്കേണ്ടത് 1st January 2026 to 31st January 2026 കേട്ടാ. താഴോട്ട് അത് മാറിയില്ലേ, അത് തന്നെ കൊടുക്കണം കേട്ടോ. 1st January നമ്മളെ കറന്റ് പീരീഡ് തന്നെ കൊടുക്കണം. ഓക്കെ, ഓപ്പണിംഗ് കൊടുക്കാന്ന്. അപ്പൊ നമ്മൾ ഈ ഡേറ്റിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഡേറ്റ് തന്നെ കൊടുക്കണം കേട്ടാ. ഓ അത് 1st January 2026 through 31st January 2026. ഇതില് ഡേയും ഡേറ്റും അങ്ങോട്ടൊന്ന് തിരിഞ്ഞതാ, കുഴപ്പമില്ലല്ലോ. ഏ ഡേയും ഡേറ്റും അങ്ങോട്ട് അപ്പുറത്ത് ഇപ്പുറത്താണ്, അത് കുഴപ്പമില്ലല്ലോ. 1/31 ഇല്ല, അത് 26 അങ്ങനെ കുഴപ്പമൊന്നുമില്ല, വരുന്നത്. അത് കുഴപ്പമില്ല. 1st January തന്നെ നോക്കാം. ആ 26 അത് സെലക്ട് ഓക്കെ ചെയ്ത് എടുക്കണ്ട. കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ബോക്സ് വന്നില്ലേ?
ഉം. ആ ഇവിടെയാണ് നമ്മള് ക്യാഷിന്റെ ബാലൻസ് കൊടുക്കേണ്ടത്. ഇവിടെ ഉം. ക്യാഷ് ബാലൻസ് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഓപ്പണിങ് 10,500. കൊടുത്തോ? ആ ഓക്കെ, എന്നിട്ട് ഓക്കെ അടിക്കാം. ഇപ്പൊ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. എൻട്രി അല്ലേ മിസ് വേണ്ടേ? 10,500 ചെയ്തിട്ട് ആ എൻട്രി അല്ല, അവിടെ ഓക്കെ ഇല്ലേ മേലില്? ഇല്ല. ഉം. ഉണ്ട് ഉണ്ട്. ഇല്ലേ? കൊടുത്തോ? 10,500 ആ ഓക്കെ മേലെ ആ അതുപോലെ ഓരോന്നും കൊടുക്കാം. എല്ലാതും ഇതുപോലെ തന്നെയാണോ കൊടുക്കണേ? ഓരോന്നും സെപ്പറേറ്റ് ചെയ്യണ്ട, ഞാനിപ്പം കാണിച്ചെന്നില്ലേ ആ അതുപോലെ ലാസ്റ്റ് ചെയ്തത്. ആദ്യം ലെഡ്ജേഴ്സ് ഒക്കെ ഓരോന്നും സേവ് ചെയ്യാം. ഓക്കെ ഇപ്പം 02 ബാങ്ക് SBT അടിച്ചു, അക്കൗണ്ട് ടൈപ്പ് ക്യാഷ് അടിച്ചു, സേവ് മെനു അടിക്കാം. എന്നിട്ട് അടുത്തത് 03 സൺഡ്രി ഡെപ്റ്റേഴ്സ് കൊടുക്കാം. അങ്ങനെ ഉം. ഭയങ്കര സ്ലോ. നമ്പേഴ്സ് ഒന്നും അങ്ങനല്ല. ഈ സെൻട്രി ഡെപ്റ്റേഴ്സ് കൊടുക്കുമ്പോ അത് ഫുൾ എമൗണ്ട് കൊടുക്കണോ? ആ ഫുൾ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് ആണ് അടിച്ചു കൊടുക്കുക കേട്ടോ. ഉം. അല്ല, ഓരോരുത്തർ പേര് എടുക്കണ്ട. റാംകോ. വേണ്ട, ഇവിടെ കൊടുക്കേണ്ടത്. ആ. സൺഡ്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്സ് റിസീവബിള് ബാങ്ക് SPT എന്താ വരിക? ക്യാഷ്, അക്കൗണ്ട് ടൈപ്പ് ക്യാഷ്. ഇതിനും അങ്ങനെ തന്നെയല്ലേ? ജനുവരി 1 ഇതങ്ങനെ കൊടുക്കല്ല, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൊടുത്താൽ മതി കേട്ടാ. ഇതിന് കൊടുക്കണ്ട. കൊടുക്കണം, എല്ലാം കൊടുക്കണം. പക്ഷെ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യുന്നതിലും നല്ലത് എല്ലാം ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് അക്കൗണ്ട് ബിഗിനിങ് ബാലൻസ് എന്നിട്ട് അവിടെ ഓരോന്നോരോന്നായിട്ട് താഴെ താഴെ കൊടുത്താൽ മതി. ഇപ്പൊ ഇപ്പൊ ഞാൻ സാധാരണ ജസ്റ്റ് അക്കൗണ്ട് ക്യാഷ് ഐഡിയും ഡിസ്ക്രിപ്ഷനും മാത്രമേ സാധാ കൊടുക്കുള്ളൂ. നമ്മള് ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ സാധാരണ, അതുപോലെ ചെയ്തിട്ട് ലാസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് കൊടുത്താൽ മതി കേട്ടാ. ഇതിന് അപ്പൊ സേവ് കുറച്ചുകൂടെ സേവ് എന്ന് എളുപ്പമായിരിക്കും. കൊടുത്തിട്ടില്ല. ക്യാഷിന് ക്യാഷ് മാത്രമല്ല ഇപ്പൊ കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളൂ, ബാക്കിയൊന്നും കൊടുക്കണ്ട. ബാക്കിയൊക്കെ ഇങ്ങനെ അടിച്ച് പോയിക്കാം. സേവ് ചെയ്തോ, ലാസ്റ്റ് കൊടുത്താൽ ആ മതി. ID കാർഡ് ഇട്ടല്ലോ. ലെവൽ 2 ലെവൽ 1 1A 1B ഒരു കോഴ്സ് ലെവൽ 2 2A 2B. ആ മൈനസ് അതൊക്കെ നേരെ താഴെ ട്ടോ. ലെവൽ 1 സൺഡ്രി ഡെപ്റ്റേഴ്സ് 100, അക്കൗണ്ട് ടൈപ്പ് അക്കൗണ്ട്സ് റിസീവബിൾ കൊടുക്കാം. ബിൽസ് റിസീവബിളോ? അക്കൗണ്ട്സ് റിസീവബിൾ തന്നെയല്ല. യെസ്. അത് അക്കൗണ്ട്സ് റിസീവബിൾ അല്ല, ബിൽസ് റിസീവബിൾ. അക്കൗണ്ട്സ് റിസീവബിൾ. മെഷീനറി ഫിക്സ്ഡ് അസറ്റ് അല്ലേ? മെഷീനറി അണ്ടർ ഫിക്സഡ് അസറ്റ്, അതുപോലെ തന്നെ ഫർണിച്ചറും ഫിക്സഡ് അസറ്റ്. സ്റ്റോക്കോ? സ്റ്റോക്ക് സ്റ്റോക്ക് ഇൻവെന്ററി കേട്ടോ.
വണ്ടി ആക്കിയ പാക്ക് ചെയ്ത വണ്ടി പിന്നെ ചെയ്താ അഞ്ച് രണ്ടെണ്ണം വീണു ഒരു ലെവൽ 1 കോമൺ ഉണ്ട് ഒരു ലെവൽ 1 അല്ല 2 ലെവൽ 1 ഒരു ലെവൽ 2 നീ ഓരോ തലക്ക് നമ്മൾ എടുത്താൽ മതി താഴെ വന്നാലേ രണ്ടെണ്ണല്ലേ സൺഡേ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്സ് പേയബിൾ കേട്ടോ ലോൺ എസ് ബി ഐ ലോങ് ടേം ലയബിലിറ്റി ലോൺ കെ എസ് എഫ് ലോങ് ടേം ലയബിലിറ്റി സ്റ്റോക്ക് ഇൻ ട്രേഡ് ഇൻവെന്ററി ലെവൽ 1 സൺഡ്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പേയബിൾ അല്ലേ? അതെ ലോൺ ക്യാപിറ്റൽ കൊടുക്കുന്ന സമയത്ത് ലോൺ എസ് ബി എന്താ വരിക? ലോൺ എസ് ബി ഐയും ലോൺ കെ എസ് എഫ് ലോങ് ടേം ലയബിലിറ്റി ക്യാപിറ്റൽ ഒന്നുകിൽ എന്ത് ചെയ്യാന്ന് വെച്ചാല് ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് ലെസ് ചെയ്ത എമൗണ്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് റീറ്റെയിൻഡ് ഏർണിങ്സിൽ സെപ്പറേറ്റ് കാണിക്കാം. അതല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് ഡ്രോയിങ്സ് ലെസ് ചെയ്തിട്ട് കാണിക്കാം. രണ്ട് രീതിയിലും കാണിക്കാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ അതില് നമുക്ക് അക്കൗണ്ട് ടൈപ്പ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടാവും, അത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ അങ്ങനെ കൊടുക്കാൻ നിൽക്കേണ്ട, അതിൽ നിന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഡ്രോയിങ്സ് കുറക്കാം, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാം, എന്നിട്ട് എത്രയാണ് എമൗണ്ട് വരുന്നത് അത് കൊടുത്താൽ മതി. ഇവിടെ ക്യാപിറ്റൽ അണ്ടർ ഇക്വിറ്റി ഡസന്റ് ക്ലോസ്. ഇത്രയും ചെയ്ത് സേവ് ചെയ്യാം. ക്യാപിറ്റൽ എന്താ മിസ് പറഞ്ഞ? ഇക്വിറ്റി ഡസന്റ് ക്ലോസ്. അതിലിനി എങ്ങനെ എമൗണ്ട് കൊടുക്കണ്ടേ? ഓക്കെ, ക്യാപിറ്റൽ എന്ന് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് സേവ് ചെയ്യാം.
ഇവിടെ എമൗണ്ട് കൊടുക്കരുത്, എല്ലാം കൊടുത്തില്ലേ? ആ ക്യാപിറ്റലും അണ്ടറും അക്കൗണ്ട് ടൈപ്പും കൊടുത്ത്, അല്ല ക്യാപിറ്റലും അക്കൗണ്ട് ടൈപ്പും കൊടുത്ത്. എന്നിട്ട് സേവ് ആ ഇത്രയും ചെയ്ത് കഴിഞ്ഞാല് അക്കൗണ്ട് ബിഗിനിങ് ബാലൻസിൽ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഡേറ്റ് ഉണ്ടല്ലോ, ആ 1st January 2026 to 31st, ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. നമുക്ക് ഇവിടെ താഴെ കൊടുക്കാൻ പറ്റും ഓരോന്നിന്റെ ബാലൻസ്. ബാങ്ക് സ്റ്റേറ്റിന്റെ ബാലൻസ് എത്രയാണ്? 15,000. സൺട്രി ക്രെഡിറ്റേഴ്സ്, സോറി ഡെപ്റ്റേഴ്സ് 40,000. മെഷീനറി അക്കൗണ്ട് റിസീവബിൾ അല്ല, ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ 10,000. മെഷീനറി 20,000. It's 18,000. Land and building 60,000. Stock and trade 80,000. ഇതില് ഡെബിറ്റ്, ക്രെഡിറ്റ്, അസറ്റ്, എക്സ്പെൻസ് സൈഡില് നമുക്ക് ഈ സൈഡ് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാബിലിറ്റി അതില് സൈഡില് ബിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് റിസീവബിൾ ഇല്ലേ മിസ്? ബിൽസ് റിസീവബിൾ കൊടുത്തില്ലേ? മിസ്സിന്റെ ഇല്ല. അത് ഞാൻ ചെയ്യാൻ പറ്റുമല്ലോ, നിങ്ങൾ ചെയ്തില്ലേ? ആ. കൊടുത്തോ? ക്യാഷ് ഇൻ ഹാൻഡ് വീണ്ടും ചോദിക്കുന്നുണ്ട്, അതിന് കൊടുക്കണ്ടല്ലോ. പിന്നെ ഏത് ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷില്? അത് ഇനി കൊടുക്കണ്ട, നേരത്തെ കൊടുത്തില്ലേ? നേരത്തെ കൊടുത്തു. ആ, അതുകൊണ്ട് കൊടുക്കണ്ട, ബാക്കിയുള്ളത് കൊടുത്താൽ മതി. ഇതില് എമൗണ്ട് ഒന്ന് തെറ്റരുത് കേട്ടോ. ഇതിൽ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യാനോ മാറ്റാനോ ഒന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് തെറ്റാണ്ട് കൊടുക്കാം. മിസ്സേ, ഞാൻ ഇപ്പളാ കാണുന്നത് മെസ്സേജ്, ഇപ്പളാ ജോയിൻ ആയത്. ആരാ? സീനയാ? ആ, ഞാൻ ഫോൺ എന്റെ കയ്യിലില്ല, അത് ഞാൻ കണ്ടിട്ടില്ല, മോന്റെ കയ്യിലായതുകൊണ്ട്. സാറില്ല, ഒരു കാര്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടില്ലേ, ആ. അതിൽ ബാലൻസ് ഷീറ്റ് ഉണ്ടില്ലേ ഫസ്റ്റത്തെ? ആ, അതല്ല, ഞാൻ റെക്കോർഡ് കണ്ടാൽ മതി, ഏതായാലും എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞില്ലേ. സമയമായല്ലേ? ആ എന്നാ കുഴപ്പമില്ല, സീന റെക്കോർഡ് കേട്ടോ. ആ, എന്നാ ഞാൻ ലീവ് ആവട്ടെ. ചെയ്യണോട്ടെ ഈ പ്രോബ്ലം എന്തായാലും. ആ, ചെയ്യണ്ടേ. ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്ത് ആ, തീർത്താ? ചെയ്ത് തീർത്തിട്ടുണ്ട്. ഓക്കെ, റെക്കോർഡ് കേട്ടോ. ആ, ഓക്കെ. ഇതിൽ ആവശ്യമുള്ളതല്ലേ കൊടുക്കണ്ടേ? ഇവിടെ വീണ്ടും ക്യാഷ് ഓൺ ഹാൻഡ് കാണാൻ പറ്റും, ചെക്കിംഗ് അക്കൗണ്ട്, ഇതിലൊന്നും നമ്മൾ കൊടുക്കണ്ട കേട്ടാ. നമ്മൾ കൊടുത്തത് മാത്രം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കാം. ക്യാപിറ്റൽ കൊടുക്കുന്ന സമയത്ത് ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് ലെസ് ചെയ്യാം, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാം. ക്യാപിറ്റൽ എന്താ ചെയ്യണ്ടേ? ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് ലെസ് ചെയ്യാം. അതായത് 1,20,000 ആണ് ക്യാപിറ്റൽ, അതിൽ നിന്ന് 10,000 ലെസ് ചെയ്യാം, 13,500 ആഡ് ചെയ്യാം. ഇനിയിപ്പോ നെറ്റ് ലോസ് ആണെങ്കിൽ നെറ്റ് ലോസ് ആഡ് ചെയ്യണം കേട്ടോ, സോറി ലെസ് ചെയ്യണം കേട്ടോ. ഇവിടെ പ്രോഫിറ്റ് ആണ്, പ്ലസ് ഉണ്ടോ? പ്ലസ് വന്നതുള്ളത് പ്രോഫിറ്റ് ആണ് കേട്ടോ മീൻ ചെയ്യുന്നത്. ഇത്രയും കൊടുക്കാം, ഒന്നും തെറ്റ് വരുത്തരുത് കേട്ടോ. ഇത് പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റൂല നമുക്ക്. ഓപ്പണിങ് തെറ്റിക്കഴിഞ്ഞാല് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് കറക്റ്റ് കൊടുക്കും. ഇപ്പൊ ഇത് നമ്മള് ക്യാപിറ്റൽ ഇപ്പൊ 1,23,500 അല്ലേ വരുന്നത്? 1,23,500. ഓക്കെ. അത് ഡയറക്റ്റ് അടിച്ചെടുത്താ പോരെ? ആ,
ക്യാപിറ്റലിന്റെ അവിടെ നേരെ അടിച്ചെടുത്താൽ ഇനി ഇത് ഓക്കെ അടിക്കാം. ഓക്കെ പ്രീ പ്രൈമറി തിയറിയിലല്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ടോട്ടല് 2,53,500 തന്നെയല്ലേ കിട്ടീന് രണ്ട് സൈഡും അത് നോക്കിയില്ല. ഓക്കെ ആയിരിക്കും. ശരി തന്നെ ആയിരിക്കും. അത് നോക്കാൻ എങ്ങനെ ലിസ്റ്റിൽ പോകണോ? ലിസ്റ്റിൽ പോലല്ല, ഇതിൽ തന്നെ അക്കൗണ്ടിങ് ബാലൻസ് എടുത്തിട്ട് അങ്ങനെ നോക്കിയാൽ മതി. അക്കൗണ്ട് ബിഗിനിങ്. ഡേറ്റ് കൊടുക്കണം കേട്ടോ. ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓക്കെ ഓക്കെ. ബാലൻസ് ഷീറ്റ് ടോട്ടൽ 2,53,500 അല്ലേ? ആ ഓക്കെ ഓക്കെ. എന്നിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞാല് ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ലെഡ്ജേഴ്സ് വേണമെങ്കിൽ ചെയ്ത് വെച്ചോ. ഏതൊക്കെയാണ്? ട്രാൻസാക്ഷൻ നോക്കാം. റെന്റ് പെയ്ഡ്, റെന്റ് പെയ്ഡ്. ഇപ്പൊ റെന്റ് പെയ്ഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഏതാണ്? SBT ബാങ്ക് വേണ്ട, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പർച്ചേസും വേണ്ട. പിന്നെ അഡ്വർടൈസിങ് ഇതില് എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യണം. ഡെപ്റ്റേഴ്സും അത് ക്രെഡിറ്റേഴ്സും പറഞ്ഞുതരാം. വേണ്ട. അതിന് മുന്നേ കുറച്ച് ലെഡ്ജേഴ്സ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലെഡ്ജേഴ്സ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം. ഓക്കെ. റെന്റ് പെയ്ഡ്, പിന്നെ ഏതാണ്? അഡ്വർടൈസിങ് എക്സ്പെൻസ് ഉണ്ട്, പിന്നെ സാലറി പെയ്ഡ് ഉണ്ട്, ബാങ്ക് NMG ക്രിയേറ്റ് ചെയ്യണം, റെന്റ് റിസീവ്ഡ് ക്രിയേറ്റ് ചെയ്യണം, സൺട്രി എക്സ്പെൻസ് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്. ഫർണിച്ചർ ഫർണിച്ചർ ഓൾറെഡി കൊടുത്തു. കൊടുത്തിട്ടുണ്ടല്ലേ? ഓക്കെ. പിന്നെ ഇതൊന്നും വേണ്ട. രാംകോ ഏജൻസീസ്, മലബാർ സിമന്റ് അതൊന്നും വേണ്ട. അല്ല വേണം, അത് ഓപ്പണിംഗ് കൊടുക്കണ്ട. ഞാൻ പറയാം, അതിന് മുന്നേ നമുക്ക് ആവശ്യമുള്ള ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഏതാണ്? റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കാനുണ്ട്. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കണം, പ്രീപെയ്ഡ് സാലറി, ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി, ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ, ബാഡ് ഡെപ്റ്റേഴ്സ് കേട്ടോ. ഇത്രയും ക്രിയേറ്റ് ചെയ്ത് വെച്ചോ. മിസ് തുടങ്ങി ഡയറക്റ്റ് 12 കഴിഞ്ഞിട്ട് പിന്നെ 15 ആണ് കൊടുത്തേക്കണേ. ഏത്? അക്കൗണ്ട് ID 12 കഴിഞ്ഞിട്ട് പിന്നെ 15 ആണോ കൊടുത്തേക്കണേ? അത് കുഴപ്പമില്ല. അക്കൗണ്ട് ID എന്തായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നെക്സ്റ്റ് ഏതാണ് ID വേണ്ടത് അത് കൊടുത്താൽ മതി കേട്ടോ. അല്ല മിസ്, അതിൽ ഡ്രോയിങ്സും നെറ്റ് പ്രോഫിറ്റും ആഡ് ചെയ്തിട്ടല്ലല്ലോ 15 കൊടുത്ത്, വെറുതെ കൊടുത്തതല്ലേ? എന്ത്? നമ്മൾ ക്യാപിറ്റലിന്റെ 12 കൊടുത്തിന് അക്കൗണ്ട് ID. അപ്പൊ പിന്നെ ഇനി അടുത്തത് 13 കൊടുക്കാം. 13 കൊടുത്താൽ മതി. 12 ആണ് കൊടുത്തെങ്കിൽ അടുത്തത് 13. അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാല് ഈസി ആയിട്ട് താഴെ 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 കാണാൻ പറ്റും. ഓരോ ID കണ്ടോ, ക്രമമായിട്ടുണ്ടാവും. നമുക്ക് വേഗം സെലക്ട് ചെയ്യാൻ പറ്റും. 1 2 3 അങ്ങനെ തന്നെ ഓർഡറിലുണ്ടാവും. ഓക്കെ. TTTC മാത്രം TTTC മാത്രം എടുത്തിട്ട് ഈ 3 പാക്ക് ചെയ്യാം. ID കാർഡ്
എന്നിട്ട് FTTC ആവുമ്പോ അല്ല പറയട്ടോ. തന്നെ വരാം. ഇതാണ് അതായത് ഇല്ല പിന്നെ അറബിക്കാവുമ്പോ ഇല്ലേ, അറബിക് PPTTC വരുമ്പോ ഇത് രണ്ട് വെക്കാൻ പാടില്ല. ഇത് വെക്കാൻ ഇത് പാടില്ല. റെന്റ് പെയ്ഡ് ഇല്ലേ ഇത് രണ്ട് SBT കയറ്റുണ്ട് കേട്ടോ. കാരണം PPTTC ആയിരുന്നു നമുക്ക് റെന്റ് പെയ്ഡ് അണ്ടർ എന്താ വരിക? അറബിക്കോ ഇത് വരും റെന്റ് പെയ്ഡ് എക്സ്പെൻസ്. ID കാർഡ്. തെറ്റല്ല. ഇല്ല മിസ്സേ. FTTC റഷ്യ സംഭവത്തില് സോറി. റെന്റ് പെയ്ഡ് അഡ്വർടൈസിംഗ് അല്ലേ പിന്നെ? എങ്ങനെ? റെന്റ് കഴിഞ്ഞ അഡ്വർടൈസിംഗ് എക്സ്പെൻസ് അല്ലേ ഇക്ക? അഡ്വർടൈസിംഗ് എക്സ്പെൻസ്. അവിടെ സെയിൽസ് അത് വേണ്ടിരിക്കും അല്ലേ? സെയിൽസ് ഒന്നും വേണ്ട, സെയിൽസ് ഒന്നും ഇവിടെ ക്രിയേറ്റ് ചെയ്യണ്ട കേട്ടോ. റെന്റ്, അഡ്വർടൈസിങ് എക്സ്പെൻസ്, സാലറി പെയ്ഡ്, ഉം. പിന്നെ ഏതുള്ളത്? ബാങ്ക് ഇത് NMG കൊടുക്കണ്ട? ബാങ്ക് NMG റെന്റ് റിസീവ്ഡ് വേണ്ട? വേണം. ഇതും എക്സ്പെൻസ് തന്നെയല്ലേ അക്കൗണ്ട് ടൈപ്പ്? എക്സ്പെൻസ്, അഡ്വർടൈസിംഗ് എക്സ്പെൻസ്, റെന്റ് പെയ്ഡ് ഒക്കെ എക്സ്പെൻസ് ആണ്. ബാങ്ക് NMG നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് അണ്ടർ ക്യാഷ് കൊടുത്താൽ മതി. ലോൺ എടുക്കുന്നതാണെങ്കിൽ ലോങ് ടൈം ലാബിലിറ്റി കൊടുത്താൽ കേട്ടോ. ബാങ്ക് NMG ക്യാഷാ? ക്യാഷ് അതില് പിന്നെ ഒരു NMG കൂടെ വരുന്നില്ലേ, ബാങ്ക് NMG ലോൺ എടുക്കുന്നില്ലേ, അത് ലോൺ NMG തന്നെ കൊടുക്കണം കേട്ടോ. ആ ആ ലോൺ NMG ലോൺ സ്റ്റാബിലിറ്റി ആണോ? ലോങ് ടേം ലാബിലിറ്റി. പർച്ചേസ് ഒന്നും വേണ്ടല്ലോ? വേണ്ട, പർച്ചേസ് ഒന്നും വേണ്ട. ലോൺ NMG എന്തായിരുന്നു അണ്ടർ വരുന്ന അക്കൗണ്ട് ടൈപ്പ്? ലോങ് ടേം ലാബിലിറ്റി. റെന്റ് റിസീവ്ഡ് ഇൻകം ആയിരുന്നു. സൺഡ്രി എക്സ്പെൻസ് ഉണ്ടോ? സെൻട്രൽ എക്സ്പെൻസ് ഉണ്ട്, എക്സ്പെൻസ് കൊടുക്കാം. ഇനി അഡ്ജസ്റ്റ്മെന്റ്സ് ഇപ്പൊ കൊടുക്കണോ? കൊടുക്കണം. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കണം.
അതർ കറന്റ് ലാബിലിറ്റി കേട്ടോ. സൺഡേ എക്സ്പെൻസ് അല്ലേ? ഉം. അടുത്ത റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ? കറന്റ് ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കാം. അക്കൗണ്ട് ടൈപ്പ് അതർ കറന്റ് ലാബിലിറ്റി. പ്രീപെയ്ഡ് സാലറി പ്രീപെയ്ഡ് സാലറി അതർ കറന്റ് സെറ്റ്സ്. അത് കൊടുക്കണ്ടേ? അത് കൊടുക്കണം. പ്രീപെയ്ഡ് സാലറി എന്ന് കൊടുക്കാം. അക്കൗണ്ട് ടൈപ്പ് അതർ കറന്റ് അസറ്റ്സ്. ഇത് വേറെ വേറെ കൊടുക്കണോ? ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി സെപ്പറേറ്റ് കൊടുത്തോ. ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി, ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ. അക്കൗണ്ട് ടൈപ്പ് എക്സ്പെൻസ് കേട്ടോ. ഇത് മൂന്നെണ്ണം ഒഴിച്ച് വെക്കുന്നില്ലേ? മിസ് കണ്ടില്ലേ? അറബിക്ക് ഇതും ഇത് വെക്കണ്ടേ? ചെയ്യണം. അപ്പൊ ഇത് ഇംഗ്ലീഷില് കൈകട്ട് പോകും. കാപ്പിയല്ലേ? കാപ്പിയാണ്. അത് അണ്ടർ എന്തായിരുന്നു? ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി, അതർ കറന്റ് അസറ്റ് അല്ലേ? അല്ല, എക്സ്പെൻസ്. വേറെ എക്സ്പെൻസാ? എംസിക്ക് തന്നെ മാറ്റി വെച്ചെങ്കിൽ അതല്ല മാറ്റി വെച്ചെന്നറിയാം. ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി എന്താ അതില്? എക്സ്പെൻസ്. എക്സ്പെൻസ്. Bad debts also expense. ബാഡ് ഡെപ്റ്റേഴ്സ് എക്സ്പെൻസ് അല്ലേ? Expense. കഴിഞ്ഞോ? ആ, ഓക്കെ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഡെപ്റ്റേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും ബാലൻസസ് കൊടുക്കണ്ടേ ഇൻഡിവിജ്വൽ ആയിട്ട്. ആദ്യം നമ്മൾ ഡെപ്റ്റേഴ്സിന് കൊടുക്കും. അതില് ഇവിടെ നോക്കാം. കസ്റ്റമേഴ്സ് ആൻഡ് സെയിൽസ് എടുക്കാം. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. ഇതിനി ഓക്കെ ചെയ്യാം. അല്ല, അത് സേവ് സേവ് ചെയ്യല്ലേ? അടിച്ച് ക്ലോസ് ചെയ്തോ. സേവ് ചെയ്ത് ക്ലോസ് ചെയ്യാം. കസ്റ്റമേഴ്സ് ആൻഡ് സെയിൽസ് എടുക്കാം. എടുത്തോ. അതില് കസ്റ്റമേഴ്സ്, ന്യൂ കസ്റ്റമർ.
അക്കൗണ്ട് ID കൊടുക്കാം. 01 നെയിം ഷാനിം ട്രേഡേഴ്സ്. ഇത്രയും കൊടുക്കാം. നമ്മൾ പൊതുവെ ചെയ്യാം ഇത്രയും കൊടുത്തതിന്റെ ഐഡിയും പേരും കൊടുത്തിട്ട് സേവ് ചെയ്യലല്ലേ. ഇനി നമുക്ക് ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണ്ടേ. ഇവിടെ താഴെ ഐഡിയും പേരും കൊടുത്തു കഴിഞ്ഞാൽ താഴെ ജനറൽ അഡ്രസ് ഹിസ്റ്ററി സെയിൽസ് ഇൻഫോ പേയ്മെന്റ് ആൻഡ് ക്രെഡിറ്റ് എന്നാണ്ടോ. ആ അതിൽ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യാം. ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കസ്റ്റമർ ബിഗിനിങ് ബാലൻസസ് എന്നാണ്ടോ. അതെടുക്കാം. മിസ് ഇപ്പൊ ഇത് ഏതില്ല സെയിൽസ് ആൻഡ് അതല്ലേ വെൻഡേഴ്സ് ആൻഡ് സെയിൽസ് അല്ലേ അല്ല കസ്റ്റമേഴ്സ് ആൻഡ് സെയിൽസ് അതിലേതാ? അതിൽ കസ്റ്റമേഴ്സ് നമുക്ക് കസ്റ്റമർ എടുക്കാം. ഓക്കെ. നമ്മൾ സാധാ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്തില്ലേ, അവിടെ കസ്റ്റമർ ഐഡിയും കൊടുക്കാം പേരും കൊടുക്കാം. എന്നിട്ട് താഴെ ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ താഴെ കസ്റ്റമർ ബിഗിനിങ് ബാലൻസസ് കാണിക്കും. ഇത് ചൊറിഞ്ഞ മോഡിഫൈ പണിയാണല്ലോ ചെയ്യണോന്ന് ഇത് ചൊറിഞ്ഞ പണിയാണല്ലോ അറിയാം. അത് എഴുതി വെക്കണം കേട്ടോ. ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് എടുക്കണ്ട, ഇപ്പൊ ടൈം ഉണ്ടാവില്ല. ക്ലാസ് കഴിഞ്ഞാൽ ഇത് എടുത്തോ. എന്നോട് ചെയ്ത് നോക്കണം നിങ്ങൾ പ്രോബ്ലം കേട്ടോ. ഞാനിത് മൈൻഡിൽ വെക്കും. കാരണം ഈ ഓപ്പണിംഗ് ബാലൻസിന്റെ ഒറ്റ പ്രോബ്ലം ചെയ്യിക്കുന്നില്ലോ. മിസ് ഇതില് കസ്റ്റമർ ഏത് കസ്റ്റമർ കൊടുക്കുന്നത്? നമ്മള് കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മള് ഡെപ്റ്റേഴ്സ് ആണല്ലോ. ഡെപ്റ്റേഴ്സ് കൊടുക്കാം. വെൻഡർ എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സും. ഓക്കെ. മോഡിഫൈ ചെയ്യണോന്ന് ചോദിക്കും. അവിടെ യെസ് കൊടുക്കാം. ലോഡാവുന്ന കാരണം തീരെ പോണില്ല. നല്ല സ്ലോ ആയ കാരണേ. പക്ഷെ ഹിസ്റ്ററിയിൽ എന്താ പറഞ്ഞത്? താഴെതാ കസ്റ്റമർ ബിഗിനിങ് ബാലൻസ്. കസ്റ്റമർ ബിഗിനിങ് ബാലൻസ്. ഇത് എവിടെയായിരുന്നു? അല്ല ഇത് എടുക്കില്ല. ഹിസ്റ്ററി എടുത്താല് ഡേറ്റ് എടുക്കണോ? ഹിസ്റ്ററി എടുക്കുമ്പോൾ ഡേറ്റ് ചോദിക്കുന്നുണ്ടോ? അടിയിലുണ്ട്. ഓക്കെ. കസ്റ്റമർ ബിഗിനിങ് ബാലൻസ്. ഓക്കെ. ഇനി 2 ആഴ്ച ഓൺലൈനിലായിരിക്കും. അടുത്ത ആഴ്ച 1-2 ക്ലാസ് ഓഫ്ലൈൻ എടുക്കാൻ നോക്കാണ്. ഞാൻ നോക്കട്ടെ വേറെ ആളെ കിട്ടുമെന്ന് നോക്കട്ടെ. ഈ ബോക്സിൽ ഇൻവോയ്സ് നമ്പർ കൊടുക്കാം. ജസ്റ്റ് 1 കൊടുക്കാം. ഡേറ്റ് 1 ജാനുവരി 2026 കൊടുക്കാം. എമൗണ്ട് കൊണ്ടത്തി കൊടുക്കാം. ഓക്കെ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാം. ഇൻവോയ്സ് വന്ന് ഇതെന്താ ജാൻ അടിക്കാൻ കഴിയാത്ത? ഫസ്റ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രസ് ചെയ്യേണ്ടതുണ്ടോ? എനിക്കും വരുന്നില്ലല്ലോ ഡേറ്റ്. 1 അടിച്ചിട്ട് പിന്നെ ജനുവരി കൊടുക്കാൻ കഴിയണില്ല. 01 അങ്ങനെ നമ്പറായിട്ട് തന്നെ കൊടുക്കേണ്ടി വരുമോ? 1/1/2026 അങ്ങനെ അടിച്ചു കൊടുക്ക്. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ 1 ജാനുവരി വരും കേട്ടാ. 1 അങ്ങനെ കൊടുത്താൽ മതി. 1 കഴിഞ്ഞിട്ട് സ്പേസ് ഇടണ്ടേ? 1/1/2026 ഇങ്ങനെ കൊടുത്താൽ മതി. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഇങ്ങനെ വന്നോളൂ. സേവ് ചെയ്യാം. നമ്മളതിൽ മന്ത് ഫസ്റ്റ് വരുന്നത് പിന്നെ ഡേറ്റ് വരുന്നത്. കുഴപ്പമില്ല. എമൗണ്ട് കൊടുക്കണം അല്ലെ? എമൗണ്ട് കുളത്തിന്റെ അവിടെ എമൗണ്ട് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യാം. വേറെ ഒന്നും ചെയ്യാനില്ല.
സേവ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കസ്റ്റമർ ക്രിയേഷൻ ബോക്സും കൂടെ സേവ് ചെയ്യാം. സേവ് ആൻഡ് ന്യൂ എടുക്കാം. എന്നിട്ട് അടുത്ത കസ്റ്റമറെ പേര് കൊടുക്കാം, ദാദാജി ട്രേഡേഴ്സ്. അതെന്താ സേവ് ആവാത്ത? അവിടെ അത് നിക്കുന്നത് സേവ് ആയിട്ടുണ്ടാവും. ക്ലോസ് ചെയ്തോ? സേവ് ചെയ്യണവോ? ആ ശരി. ഉണ്ടാവോ? സേവ് ആയി. ക്ലോസ് ചെയ്തോ? വേറെ ബോക്സ് ഒന്നും വരുന്നില്ലല്ലോ. ക്ലോസ് ചെയ്തോ? ലോഡി നിൽക്കുക വിചാരിച്ചു. പിന്നെ അടുത്തത് അടുത്തതും നമ്മള് സേവ് അല്ല കൊടുക്കാം. ഇതിലിനി സേവ് ചെയ്യണോ? ഇത് സേവ് ചെയ്യണം. സേവ് ആൻഡ് ന്യൂ എടുക്കുക. എന്നിട്ട് അടുത്ത കസ്റ്റമറെ പേര് കൊടുക്കുക, ദാദാജി ട്രേഡേഴ്സ് 02 കൊടുത്തിട്ട്. ഇതും സെയിം അല്ലേ? ഹിസ്റ്ററി എടുക്കുക. എടുക്കാം. അക്കൗണ്ട് ബിഗിനിങ് ബാലൻസ് എടുക്കാം. ഇൻവോയ്സ് നമ്പർ 2 കൊടുക്കുക. അതില് ഡേറ്റ് ഫസ്റ്റ്. ഡേറ്റ് അല്ല, ഇതില് ഡേറ്റ് ചെയ്യണം. കസ്റ്റമർ സിൻസ് എന്നുള്ള ആയാലും ചെയ്യണം. അല്ല, ഫസ്റ്റിൽ നമ്മൾ ഈ ദാദാജി ട്രേഡേഴ്സിന്റെ താഴെയുള്ള കസ്റ്റമർ അത് കൊടുക്കണോ ഡേറ്റ്? താഴെയുള്ള കസ്റ്റമർ ദാദാജി അതില് ട്രേഡേഴ്സ് 02 കൊടുത്ത് ദാദാജി ട്രേഡേഴ്സ് പേരും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹിസ്റ്ററി എടുത്താൽ മതി. ഇതിലൊരു ഡേറ്റ് അവിടെ ഓൾറെഡി കാണുന്നുണ്ട്, ജൂലൈ അല്ല, 13 അതൊന്നും അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട്. നിൽക്കണ്ട. ഒന്നും ചെയ്യണ്ട അല്ലെ? വേണ്ട. എന്നിട്ട് ഹിസ്റ്ററി എടുക്കാൻ കഴിയുന്നില്ല. എന്താ പറയുന്നു? ഹിസ്റ്ററി മാത്രം ഓപ്പൺ ആവണില്ല, ബാക്കിയെല്ലാം ഉണ്ട്. 02 ദാദാജി ട്രേഡേഴ്സ്. ഹിസ്റ്ററി എടുത്തു കഴിയുമ്പോൾ താഴെ കസ്റ്റമർ ബിഗിനിങ് ബാലൻസസ്. ഹിസ്റ്ററി. ഓക്കെ. ഇൻവോയ്സ് നമ്പർ 2 കൊടുക്കാം. കൊടുക്കാം. ഡേറ്റ് കൊടുക്കുക. 1 ജാനുവരി 1/1/2026 അങ്ങനെ കൊടുത്താൽ മതി. 2 അടിക്കുമ്പോൾ 1 ജാനുവരി. ചെയ്ത് കഴിഞ്ഞാ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ക്രെഡിറ്റേഴ്സ് കൊടുക്കണം നമുക്ക്, അല്ലേ? നമ്മളെ വെൻഡേഴ്സ് ആൻഡ് പർച്ചേസ് എടുക്കുക. അതിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സാധാ വെൻഡേഴ്സ് എടുക്കുക. വെൻഡർ ക്രിയേഷൻ ഉണ്ടല്ലോ, വെൻഡേഴ്സ്. അതിൽ ന്യൂ വെൻഡർ എടുക്കുക. ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പൊ അത് ക്ലോസ് ചെയ്തിട്ട് സേവ് ചെയ്യണേ. സേവ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാട്ടാ. എന്നിട്ട് വെൻഡേഴ്സ് ആൻഡ് പർച്ചേസിൽ വെൻഡേഴ്സ് ന്യൂ വെൻഡർ. വെൻഡർ ഐഡി. ചെയ്യാം. വെൻഡർ ഐ ഡി ന്യൂ 01 കൊടുക്കാം. നെയിം രാംകോ ഏജൻസി കൊടുക്കാം. എന്നിട്ട് ഹിസ്റ്ററി ഇപ്പൊ എടുത്ത പോലെ തന്നെ ഹിസ്റ്ററി എടുക്കാം. വെൻഡർ ബിഗിനിങ് ബാലൻസിൽ നമ്മൾ എക്സ്പെൻസ് അക്കൗണ്ട് കൊടുക്കണേ 2000. വെൻഡർ ഐ ഡി നെയിം എക്സ്പെൻസ് അക്കൗണ്ട് 2000 കൊടുക്കാം. ഹിസ്റ്ററിയിൽ വെൻഡർ ബിഗിനിങ് ബാലൻസ് എടുക്കാം. മോഡിഫൈ ചെയ്യണോ എന്ന് ചോദിക്കും, യെസ് കൊടുക്കാം. ഇൻവോയ്സ് നമ്പർ
ഇവിടെ 1 കൊടുക്കുക, ഡേറ്റ് 1 ജാനുവരി 2026. ഇപ്പൊ കൊടുത്ത പോലെ തന്നെ കൊടുക്കുക കേട്ടാ. ഇതും അത് കിട്ടണില്ലല്ലോ. പിന്നെ വെന്റെ ബിഗിനിങ് ബാലൻസ് അടിച്ചിട്ട് അതില് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2000 കൊടുക്ക്. ആ റൈറ്റ് സൈഡില് എക്സ്പെൻസ് അക്കൗണ്ട്. ഓക്കെ. അവിടെ 2000 കൊടുക്കണം, 4 വരും. 2000. അതെന്താണ് ഈ 2000? എന്താ? അതിന്റെ അണ്ടറാണ് അക്കൗണ്ട്സ് പേബിൾ. അക്കൗണ്ട്സ് പേയബിൾ ആൻഡ് ഓക്കെ. അത് മാത്രമേ കൊടുക്കാനുള്ളൂ? അത് മാത്രം കൊടുക്കുക. എന്നിട്ട് ഹിസ്റ്ററി പോയിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ കൊടുത്ത പോലെ കൊടുക്കും. ഇൻവോയ്സ് നമ്പർ 1. ആ 1. ഇത് രണ്ടും ഡേറ്റ് ചെയ്ത് സെയിം കഴിഞ്ഞാല് അല്ലല്ലോ? ഡേറ്റ് സെയിം തന്നെയല്ലേ? ആ റേറ്റോ ആ ഡേറ്റ് എമൗണ്ട് കൊടുക്കാം. ഡേറ്റ് ആ ഡേറ്റ് സെയിം. ആ ഇത് എക്സ്പെൻസ് അക്കൗണ്ട് 2000 തന്നെയല്ലേ കൊടുക്കണ്ട? 2000. പിന്നെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെന്ററി ആൻഡ് സർവീസ് എടുക്കാം. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക കേട്ടോ, ഞാൻ പറയുന്നത് കേൾക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി. എനിക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് പോവാട്ടോ. ഇൻവെന്ററി ആൻഡ് സർവീസ് എടുക്കാം. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇൻവെന്ററി ഐറ്റംസിൽ ന്യൂ ഇൻവെന്ററി ഇപ്പം ചെയ്യരുതേ. ന്യൂ ഇൻവെന്ററി എടുക്കാം. അതില് ID 01 കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ മലബാർ സിമെന്റ് കൊടുക്കാം. ഓക്കെ. കൊടുത്തതിന് ശേഷം താഴെ ബിഗിനിങ് ബാലൻസസ് ഉണ്ട്, അത് കൊടുക്കാം. ഇവിടെ നമ്മളെ കൊടുത്തത് ഇവിടെ കിടക്കുന്നുണ്ടാവും, 01 മലബാർ സിമെന്റ് എന്നുണ്ടാവും. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ക്വാണ്ടിറ്റി എത്രയാണ്? 100 അടിച്ചു കൊടുക്കാം. റേറ്റ് യൂണിറ്റ് കോസ്റ്റ് എന്നുണ്ടോ, അവിടെ 120 കൊടുക്കാം. എന്നിട്ട് എൻ്റർ അടിക്കാം. അപ്പൊ എമൗണ്ട് വന്നോളും. ഓക്കെ. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് സേവ് ആയി. അതുപോലെ തന്നെ നമ്മുടെ ഐറ്റം ക്രിയേഷൻ ബോക്സ് സേവ് ചെയ്ത് കൊടുക്കാം. ഇതും സേവ് ചെയ്യാം കേട്ടോ. ഇതും സേവ് ചെയ്തതിനു ശേഷം അടുത്ത ID കൊടുക്കാം, അടുത്ത സ്റ്റോക്ക് കൊടുക്കാം. അങ്ങനെ ഓരോന്നും ചെയ്യാം. മനസ്സിലായില്ലേ? അങ്ങനെ ഐറ്റം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, അത് ഏതിൽ ചെയ്യാം? ബാങ്കിങ് എടുത്തിട്ട് ജനറൽ എൻട്രിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് എനിക്ക് ഓരോരുത്തരും ഫോട്ടോ അയച്ചു തരാം ബാലൻസ് ഷീറ്റിന്റെ. ഓക്കെ. ഇപ്പൊ ഞാൻ ലീവ് ചെയ്യാന്നേ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ബാക്കി ചെയ്യണം കേട്ടോ. ചെയ്തിട്ട് എനിക്ക് റിപ്പോർട്ട് അയച്ചു തരണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചോ. ഞാൻ 1 മണിക്കൂറിന് ശേഷം നോക്കൂലേ. ഓക്കെ.